നമസ്കാരം. NTP ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ വർഷവും നമ്മൾ സ്വാതന്ത്ര്യദിനം അഭിമാനത്തോടു കൂടി ആഘോഷിക്കാറുണ്ട്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് മുന്നേ കടന്നുപോയ, നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കഴിച്ച് പോരാടിയ ഒട്ടേറെ ധീരദേശാഭിമാനികൾക്കുള്ള ആദരം. അത് വളരെയേറെ അഭിമാനത്തോടു കൂടി നമ്മൾ ആഘോഷിക്കാറുമുണ്ട്. എന്നാൽ ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ആ പ്രത്യേകതകൾ എന്ത് എന്നതിലേക്ക് നമുക്ക് ചില വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു വരാം. കോഴിക്കോട് കോർപ്പറേഷനിൽ പതാക ഉയർത്തി മേയർ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പരിസമാപ്തിയിൽ ജനഗണമന ആലപിച്ച് പിരിയാം എന്നുള്ള രീതിയിൽ ഔദ്യോഗിക പരിപാടികൾ തുടങ്ങിയപ്പോൾ ഒരേ വരിയിൽ നിന്നുകൊണ്ട് ജനഗണമനയും അതോടൊപ്പം തൊട്ടടുത്തു തന്നെ BJP കൗൺസിലർമാർ ദേശീയ ഗീതവും ആലപിച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ ദിനത്തെ അലങ്കോലമാക്കിയതിന്റെ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക, എഴുതപ്പെടുക എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ BJP കൗൺസിലർമാർ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ദേശീയ ഗീതം ആലപിച്ച് ഞങ്ങൾ ദേശസ്നേഹികളാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ആലപിച്ച ദേശീയ ഗീതം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു നിങ്ങൾ ദേശീയ ഗീതം ആലപിച്ചത്? ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ാണ് ദേശസ്നേഹികളെങ്കിൽ അത് തെറ്റുകൂടാതെ ആലപിക്കാൻ സാധിക്കാത്ത BJP കൗൺസിലർമാരെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? ദേശവിരുദ്ധരെന്നോ ദേശസ്നേഹികളെന്നോ? ഇത്തരത്തിൽ ഒരു പ്രകടനം നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിച്ചത് എന്താണ്? മേയർ പറയുന്നതിനെന്തിനേയും എതിർക്കുന്ന കൗൺസിൽ ഹാളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നോ? കൗൺസിലല്ല, ഇത് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് എന്ന് നിങ്ങൾ എന്തേ മറന്നുപോയി? കൗൺസിലിൽ നിങ്ങൾക്ക് എതിർക്കാം, എന്തു വേണമെങ്കിലും പറയാം, ബഹളങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷവും അത്തരത്തിൽ അധപ്പതിച്ചു കാണിക്കാൻ ഏതു തരത്തിലുള്ള നീതിശാസ്ത്രമാണ് നിങ്ങളെ നയിച്ചത്? നിങ്ങളുടെ നേതൃത്വം പറയുന്നു നിങ്ങൾ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കണമെന്ന്. അത് എങ്ങനെ ആലപിക്കണമെന്ന് നിങ്ങളോട് നേതൃത്വം പറഞ്ഞു തന്നില്ലേ? ഒരുപക്ഷെ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണോ നേതൃത്വം ഇത്തരത്തിലൊരു കാര്യം ആവശ്യപ്പെട്ടത്? സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ലാന്ന് പറഞ്ഞതാ സാർ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ ദേശീയ ഗീതം ആലപിക്കുന്നത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. എങ്ങനെയാണ് ദേശീയ ഗീതം ആലപിച്ച് അതിനെ അപമാനിക്കാൻ സാധിക്കുക എന്നുള്ളതിന്റെ തെളിവായിട്ടല്ലേ നിങ്ങളുടെ ദേശീയ ഗീതാലാപനം? നിങ്ങൾ എന്നെ ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങളുടെ ആലാപനത്തിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ആ വീഡിയോ കാണാനുള്ള ചങ്കുറപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ചില ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്ന മാതിരിയാണ് ദേശീയ ഗീതം ആലപിക്കുന്നത്. ചില കൗൺസിലർമാരാണെങ്കിൽ അലറി വിളിച്ചുകൊണ്ട് ദേശീയ ഗീതം ആലപിക്കുന്നു. ചിലരാണെങ്കിൽ മുഴുവൻ സമയവും ഫോണിലേക്ക് നോക്കി ദേശീയ ഗീതം പഠിച്ച് ആലപിക്കുന്നു. എന്ത് ആലാപനമാണ് ഇത്? എന്ത് ബഹുമാനമാണ് നിങ്ങൾ ദേശീയ ഗീതത്തോട് കാണിച്ചത്? ഇതിനെ ദേശഭക്തി എന്ന് പേരിട്ട് വിളിക്കുന്നവർ വിഡ്ഢികളായി പോവില്ലേ? എന്തായാലും നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചവർ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് നടത്തണം എന്ന് നിർബന്ധിച്ചവർ നിങ്ങളോട് എന്തൊക്കെയോ വിരോധമുള്ളവരാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഈ ദേശീയ ഗീതം ആലപിക്കുന്നതിനു വേണ്ടി, ഒത്തൊരുമയോടുകൂടി പാടുന്നതിനു വേണ്ടി നിങ്ങൾക്കൊരു വന്ദേ മാതരത്തിന്റെ ക്ലാസ് അവർ എടുത്തു തന്നേനെ. ആ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ദേശീയ ഗീതം ആലപിക്കുമായിരുന്നില്ല. അതുമല്ലെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. ഒരു LED സ്ക്രീനെങ്ങാൻ വെച്ച് സ്ക്രോൾ ചെയ്ത് വന്ദേ മാതരം ആലപിക്കാൻ, അതിലേക്ക് നോക്കിയാൽ മതിയല്ലോ നിങ്ങൾക്ക് ആലപിക്കാം സുഖമായിട്ട്. ഇത് താഴേക്ക് നോക്കി, ചിലര് മുകളിലേക്ക് നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് പാടിയ എത്ര കൗൺസിലർമാരുണ്ട് ആ ദേശീയ ഗീതത്തിൽ? തെറ്റുകൂടാതെ പാടിയ എത്ര പേരുണ്ട്? തെറ്റുകൂടാതെ ആലപിച്ച എത്ര കൗൺസിലർമാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും? ഒന്ന് നിങ്ങൾ തന്നെ പരസ്പരം ആലോചിച്ച്, പരസ്പരം പറഞ്ഞ് നിങ്ങളൊന്ന് ആ വീഡിയോ കണ്ട് അതിലെ തെറ്റൊന്ന് തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊന്ന് നോക്കൂ. പിന്നെ ഈ ആലാപനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്ന മീഡിയയ്ക്ക് മുന്നിൽ ഇവർ പറയുന്ന വാക്കുകൾ കേട്ടപ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പോയത്. രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ദേശീയ ഗാനത്തെ പോലും അപമാനിക്കുന്നത്. വന്ദേമാതരം പാടിയപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും തിരിഞ്ഞു നടക്കുക ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് തികച്ചും രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിനെ രാജ്യസ്നേഹികൾ ചോദ്യം ചെയ്യും. നമ്മുടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആവേശം പകർന്നിട്ടുള്ള വന്ദേമാതരത്തോട് എന്താണ് ഇവർക്ക് എതിർപ്പ് എന്നുള്ളത് ഒരു പൊതുജനത്തോട് പറയട്ടെ. വെറുതെ കിടന്ന് കൂവ. ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവർ അപമാനിച്ചു. ഇതിനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ കൗൺസിലിലേക്ക് ജയിപ്പിച്ചു വിട്ട വോട്ടർമാർ എന്ത് കരുതും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒരു മാത്രമെങ്കിലും ചിന്തിച്ചോ? ഇത്രയേറെ ഇങ്ങനെയുള്ള ആളുകളെയാണോ ഞങ്ങൾ കൗൺസിലിലേക്ക് വിട്ടത് എന്ന് അവർ ലജ്ജിച്ച് തല താഴ്ത്തുന്നുണ്ടാകും. ഇനി ഒരിക്കലും നിങ്ങൾക്ക് കൗൺസിലർ സീറ്റ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ അധപതിച്ച രീതിയിൽ ദേശീയ ഗീതം ആലപിച്ചു എന്നുള്ളത് നിങ്ങളുടെ എക്കാലത്തുമുള്ള പോരായ്മയായി നിലനിൽക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇനിയൊരിക്കൽ നിങ്ങൾ ദേശീയ ഗീതം ആലപിക്കാനെങ്ങാൻ മുതിർന്നാൽ ഒരു അപേക്ഷ മാത്രമേ നിങ്ങളോടുള്ളൂ. ഒന്നുകിൽ നന്നായി പാടാൻ ശ്രമിക്കുക, പാടി പഠിക്കാൻ ശ്രമിക്കുക. ദേശസ്നേഹികളാണെങ്കിൽ നിങ്ങൾ അതാണല്ലോ പറയുന്നത്, ഞങ്ങളാണ് ദേശസ്നേഹികൾ എന്ന്. വന്ദേ മാതരം ഇത്തരത്തിൽ ആലപിക്കുന്നവരെ ഞങ്ങളൊന്നും ദേശസ്നേഹികൾ എന്ന് വിളിക്കാറേയില്ല. ഒന്നുകിൽ നിങ്ങൾക്കത് മാന്യമായി പാടാൻ അറിയണം, അതല്ലെങ്കിൽ പാടാൻ അറിയാത്തത് പാടാതിരിക്കാൻ ശ്രമിക്കണം. രണ്ടും നിങ്ങൾ ചെയ്തില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ ദേശീയ സ്നേഹികളാകുന്നത്? അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലെങ്കിലും നിങ്ങളുടെ വീഡിയോ, നിങ്ങൾ ദേശീയ ഗീതം ആലപിക്കുന്ന വീഡിയോ എടുത്ത് കാണുക. അതിലെ തെറ്റുകൾ എന്തെന്ന് മനസ്സിലാക്കുക. നാളെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ദേശീയ ഗീതം ആലപിക്കേണ്ടി വന്നാൽ അന്ന് ഇതൊക്കെ ഓർമ്മയിൽ വെച്ച് ഇനിയെങ്കിലും തെറ്റുകൂടാതെ ആലപിക്കാൻ പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലാതെ ചെയ്ത തെറ്റ്, കാരണം പറഞ്ഞത് ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും അപമാനിച്ചു എന്നാണ്.
അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മേയറോ ഡെപ്യൂട്ടി മേയറോ അല്ല ദേശീയ ഗാനത്തെയും ഗീതത്തെയും അപമാനിച്ചത്. ആ ദേശീയ ഗീതം ആലപിച്ച് അതിൻ്റെ ശരിയായ അർത്ഥവും എന്താണ് പാടുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ എന്തൊക്കെയോ പാടിപ്പോയ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ദേശീയ ഗീതത്തെ, ദേശീയ ഗാനത്തെ അപമാനിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊരു പ്രകടനം തന്നെയായിരുന്നു, എന്തിൻ്റെ പേരിലായാലും. അതിന് ഒരു സ്വാതന്ത്ര്യ ദിനം തന്നെ വേണ്ടിയിരുന്നോ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രകടനം നടത്താൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് വാക്കുകൾ ഉണ്ടാവില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. ദേശസ്നേഹം എന്നുള്ളത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. അത് പ്രകടമാക്കുന്നത് പകപോക്കൽ എന്നുള്ള രീതിയിൽ ദേശീയ ഗീതം ആലപിച്ചുകൊണ്ടാണോ? അതിനെ ദേശസ്നേഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരുപക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരദേശാഭിമാനികൾ പോലും ഇത്തരത്തിൽ അലറി വിളിച്ചുകൊണ്ട് ദേശീയ ഗീതം ആലപിച്ചിട്ടുണ്ടാവില്ല. അത്രയേറെ അലറി വിളിച്ചുകൊണ്ട് ആരോടൊക്കെയോ ഉള്ള പക തീർക്കൽ പോലെ ദേശീയ ഗീതം ആലപിച്ച നിങ്ങളുടെയൊക്കെ മനക്കട്ടിയെ ഞാൻ സമ്മതിച്ചു തരുന്നു. നാളെ ചരിത്രത്തിൽ നിങ്ങൾ ഓർമ്മിക്കപ്പെടുന്നത് ദേശസ്നേഹികൾ എന്ന നിലയ്ക്കായിരിക്കില്ല. ഒരു ദേശീയ ഗീതത്തെ തരം താണ രീതിയിൽ അപമാനിച്ചവർ എന്ന നിലയ്ക്ക് മാത്രമായിരിക്കും എന്ന ഒരു അഭിപ്രായത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ.